ഭാഗ്യവചനധാര. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. 126 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കാം: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിലെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് നിന്ന് വളരെയേറെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി ജീവിക്കുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ പ്രവാസ ജീവിതം പണ്ട് മുതലേ ഉള്ളതാണ്. പ്രവാസ ജീവിതം മൂലം കഷ്ടത അനുഭവിക്കുന്നവർ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് മറുപടി എന്നോണം അവർക്കൊരു മടങ്ങിവരവ് നൽകി അനുഗ്രഹിച്ചു. അപ്രകാരം ഒരു സംഭവമാണ് 126 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിലൂടെ നാം കേട്ടത്. ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ അവർക്ക് വിശ്വസിക്കുവാൻ പോലും സാധിച്ചില്ല. അവർ സ്വപ്നം കാണുന്ന പ്രതീതിയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തും പ്രവാസത്തിൽ കഴിയുന്ന സഹോദരങ്ങൾ വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കുടുംബത്തിനു വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ഇതുപോലെയുള്ള യുദ്ധഭീഷണികളുടെ നടുവിൽ കിടന്ന് വേദനയോടെ ഉറങ്ങുവാൻ പോലും സാധിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി നാം പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 126 സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രവാസം തൽക്കാലം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും കണ്ണുനീരാണെങ്കിലും അത് അവസാനിക്കും. സന്തോഷം കൈവരും. വിതയ്ക്കുന്ന വിത്ത് ദൈവവചനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8:11. ദൈവമക്കൾക്ക് വേണ്ടി കരയുന്നവർക്കേ ദൈവമക്കളെ മുതൽ കൂട്ടുവാൻ കഴിയൂ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7 തിരുവചനം. കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. പ്രവാസ ജീവിതത്തിൽ കഴിയുന്ന സഹോദരങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറി സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി,